ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരുമിച്ച് കൂടിയ ഒരാളും വെറുതെയാവൂല. ഇൻഷാ അല്ലാഹ് അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട മഹദിയാണ് ഉമ്മ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. ആ ഉമ്മയുടെ മഹത്വങ്ങളും ആ ഉമ്മയുടെ പോരിശകളും പവിത്രതകളും ധാരാളം പറയാനുണ്ട്. അത്രമാത്രം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട മഹദിയാണ് മഹദിയായ ഉമ്മ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ. അല്ലാഹുവേ, ആ ഉമ്മയെ സിയാറത്ത് ചെയ്യാനും ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഭാഗ്യം ലഭിച്ച ഉമ്മയാണല്ലോ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സ് പ്രായവും ബീവി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹക്ക് 25 വയസ്സ് പ്രായവുമുള്ള സമയത്താണ് ആ വലിയ കല്യാണം നടക്കുന്നത്. കല്യാണത്തിൻ്റെ ഭാഗമായി പിതൃവ്യനായ അബൂ ത്വാലിബും ബീവിയുടെ ഭാഗത്തു നിന്ന് അതേ മഹദിയുടെ പിതൃവ്യ പുത്രനായ വറഖത്ത് ഇബ്നു നൗഫലുമാണ് സംസാരിക്കുന്നത്. ആ സംസാരത്തിൻ്റെ ഭാഗമായി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ജീവിതങ്ങൾ അതേ പരസ്പരം ഒന്നിക്കുകയാണ്. ആ വലിയ കല്യാണം നടക്കുകയാണ്. അതേ മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മുമ്പൊരു കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു. അതിലെ മഹദി അവറുകൾക്ക് ഹിന്ദ് ഹാല എന്ന് പറയുന്ന 2 സന്താനങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഭർത്താവായ അത്തീഖ് എന്ന് പറയുന്ന ആളിൽ ഹിന്ദ് എന്ന വേറൊരു കുട്ടിയും മഹദി അവറുകൾക്കുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ 2 കല്യാണങ്ങൾ നടന്നതിന് ശേഷമാണ് പിന്നീട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുമായി കല്യാണം നടക്കുന്നത്. ആ കല്യാണത്തിൽ അല്ലാഹു നൽകിയ മക്കൾ 6 മക്കളാണ്. ഖാസിം റളിയല്ലാഹു അൻഹു, സൈനബ റളിയല്ലാഹു അൻഹ, റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു തുടങ്ങിയ എന്നീ 6 മക്കളെ അല്ലാഹു സമ്മാനമായി നൽകുകയാണ്. ചരിത്രപരമായ ആ ഒരു ജീവിതത്തെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ ചരിത്രത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം ഖത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി 4 ഖുതൂത്തിൻ 4 വരകൾ വരക്കുകയാണ് ഭൂമിയിൽ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ആ വരകൾ 4 വരകൾ ഇങ്ങനെ വരച്ചപ്പോ സ്വഹാബത്ത് ചോദിച്ചു, തദറൂന മാ ഹാദാ, ഓ നബിയെ ഇതെന്താണ് നബിയെ, എന്തിനാണ് ഇങ്ങനെ 4 വര വരച്ചത്? ഫഖാലു അല്ലാഹു റസൂലുഹു അഅലം. അതേ സ്വഹാബത്തിനോട് മുത്തുനബിയുടെ ചോദ്യമാണ്, ഇതെന്തിനാണ് വരച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം, നമുക്കറിയൂല നബിയേ, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ 4 സ്ത്രീകളുടെ പേരാണ്. ഒന്ന് ഖദീജത്തു ബിൻതു ഖുവൈലിദ്, ഒന്ന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബിൻതു മുഹമ്മദിൻ, മുത്തുനബിയുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആസിയത്തു ബിൻതു മറിയം മസാഹിം ഇംറഅത്തു ഫിർഔൻ, ഫിർഔനിൻ്റെ ഭാര്യയായ മുസാഹിമിൻ്റെ മകളായ
ആസിയ റളിയല്ലാഹു അൻഹയാണ്. വമറിയമു ബിൻതു ഇമ്രാൻ, ഇതേ ഇമ്രാനിൻ്റെ മകളായ ബീവി മറിയം റളിയല്ലാഹു അൻഹയാണ്. അതാണ് ഈ 4 വര വരച്ചത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ഏറ്റവും വലിയ മഹത്വമുള്ളവരാരാണ്? പണ്ഡിതന്മാരത് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഏക അഭിപ്രായത്തിൽ പറഞ്ഞ ഒരേ ഒരു പേര് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണെങ്കിലും മഹത്വം കൊണ്ട് ഏറ്റവും മുമ്പിലുള്ളത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. കാരണം എന്തേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമുണ്ട് എന്നതാണ് കാരണം. അള്ളാന്റെ റസൂലിൻ്റെ രക്തമുള്ള ശരീരമാണ് ബീവി ഫാത്തിമത്ത് സഹ്റ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ മഹത്വമുള്ള സ്ത്രീ ആരാണ് എന്ന് ലോകത്തെ ഒരു പണ്ഡിതനും തർക്കമില്ല. അത് ബീവി ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹയാണ്. അവരുടെയും ആണ്ടിൻ്റെ മജ്ലിസാണിത്. റമളാൻ 3-നാണ് അവർ ലോകത്തോട് വിട പറഞ്ഞത്. മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞതോ റമളാൻ 10-നുമാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. അള്ളാഹുവേ, അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ മദദ് നൽകണേ അല്ലാ. അവരുടെ സഹായം നൽകണേ റബ്ബേ. അല്ലാഹു അവരെ കൊണ്ട് നമ്മൾ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെറിയ സമയം കൊണ്ടൊന്ന് ചെന്ന് ഇൻഷാ അല്ലാഹ് അവരുടെ മൗലിദ് നമുക്ക് പാരായണം ചെയ്ത് അവരുടെ പേരിൽ ഫാത്തിഹ ഓതി അവരെ വസീലയാക്കി നാഥനായ റബ്ബിനോട് നമ്മൾ തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മളെ കൈവെടിയുകയില്ല. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം ഇതൊരു തുടക്കമാണെങ്കിൽ എല്ലാ വർഷവും വലിയ വിപുലമായൊരു പരിപാടിയായി ഇത് വളരെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് നേരത്തെ മുൻകൂട്ടി തയ്യാറായി വലിയൊരു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ നടത്തുന്ന വലിയൊരു മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് മാറണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മഹത്തായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ ഗിർതു അലാ അഹദിൻ മിനൻ നിസാഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആദേ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോട് എനിക്കുണ്ടായിരുന്ന ഈർഷ്യത പോലെ വേറെ ഒരാളോടും എനിക്കങ്ങനെ ഒരു ഈർഷ്യത ഉണ്ടായിട്ടില്ല. അവരുടെ മഹത്വം പറയാൻ വേണ്ടി പറയാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് എനിക്ക് അത്രമാത്രം ദേഷ്യമുണ്ടായതുപോലെ വേറൊരാളോടും എനിക്ക് ദേഷ്യമുണ്ടായിട്ടില്ല. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അതൊരു പദപ്രയോഗമാണ്. ആരെങ്കിലും ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അതുകൊണ്ട് ദേഷ്യമുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അത് വിശദീകരിച്ച മഹാന്മാർ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അവരോട് അത്രയും സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമാണത്. കാരണം അവരുടെ മഹത്വം പറയാൻ വേണ്ടിയാണത് പറയണത്. അല്ലെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ വിഷയം പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു. അത് ജനങ്ങളുടെ മുന്നിൽ അറിയിക്കാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അത് പറഞ്ഞത് അള്ളാഹിൻ്റെ റസൂലിന് അത്രമാത്രം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് സ്നേഹമുണ്ടായിരുന്നു, മഹബത്തുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ആ രൂപത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംസാരിച്ചത്. എന്തേ അതിന് കാരണം? അവിടെ വിഷയം.
മാ റഅയ്തുഹാ. അതേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വലാകിൻ കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമാത്രം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുമായിരുന്നു, പറയുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറയും, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ എന്ന് വിളിച്ച് അള്ളാൻ്റെ റസൂല് അഭിസംബോധനം ചെയ്യുകയാണ്. വറുബ്ബമാ ദബഹ ശാത്ത ثم يقطعها أعضاء. എന്നിട്ട് അള്ളാൻ്റെ റസൂൽ എന്താണ് ചെയ്യുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആടിനെ അറുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മാംസം വിതരണം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ثم يبعثها في صدائق ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് അതിനെ വിതരണം ചെയ്യുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആടിനെ അറുത്തിട്ട് ആ ആടിനെ തൻ്റെ കൂട്ടുകാരിലേക്ക്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരായ ആളുകളിലേക്ക് അള്ളാഹിൻ്റെ റസൂല് വിതരണം ചെയ്യുകയാണ്. അത് ചിന്തിച്ചു നോക്ക്. ഒരു പ്രാവശ്യം ഇതുപോലത്തെ റമദാനിലെ ഒരു 10-ൻ്റെ അന്ന് വിശുദ്ധമായ മക്കയിലെത്തിയപ്പോൾ അവിടെ ഒരു അറബികളുടെ വീട്ടിൽ ചെന്നപ്പോൾ മാഷാ അല്ലാഹ്, അന്ന് അവിടെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മൗലിദും വലിയ മജ്ലിസ് നടക്കുകയാണ് വിശുദ്ധമായ മക്കയിൽ. അന്ന് അവരുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹിൻ്റെ റസൂല് ചെയ്ത അതേ പരിപാടി, ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഇങ്ങനെ വിതരണം ചെയ്യാൻ. എത്രയാണ് ആടിനെ അറുക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആടുകൾ അറുത്ത്. അത് എൻ്റെ മനസ്സിലുണ്ടായതിന് ശേഷം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ആടിനെ അറുത്ത് വിതരണം ചെയ്യണം. കുറേ ആടിനെ അറുക്കാൻ പറ്റുകയാണെങ്കിൽ കുറേ ആടിനെ അറുക്കണം. ഇന്നേതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തെ ദിവസം രാവിലെ തന്നെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ആടിനെ അറുത്ത് അൽഹംദുലില്ലാ അതിൻ്റെ മാംസമൊക്കെ ഒരുപാട് ആളുകൾക്ക് വിതരണം ചെയ്ത് ആ സന്തോഷം കൂടി ഈ സദസ്സിൽ അറിയിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂല് ചെയ്തൊരു പരിപാടിയാണ് ഇത്തിബാഉൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യലാണ്. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ സ്നേഹിച്ച് അള്ളാഹിൻ്റെ റസൂല് ആടിനെ അറുത്ത് വിതരണം ചെയ്യുകയാണ്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ثم يبعثها في صدائق ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക് അതിനെ വിതരണം ചെയ്യുകയാണ്. ഫറുബ്ബമാ ഖുൽതു ലഹു കഅന്നഹു ലം യകുൻ ഫിദ്ദുന്യ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. അതേ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടല്ലാതെ ഇങ്ങനെ വേറെ ഒരു ഭാര്യമാരെയും അള്ളാഹിൻ്റെ റസൂല് ഓർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തേ നബിയെ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, ഇന്നഹാ കാനത്ത് വകാനത്ത് വകാന ലീ മിൻഹാ വലദുൻ. അള്ളാഹിൻ്റെ റസൂല് പറയാണ്, ആയിഷ, ഖദീജക്ക് ഇന്ന പ്രത്യേകതകളുണ്ട്. എനിക്ക് മക്കളെ തന്നത് ഖദീജയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖദീജ റളിയല്ലാഹു അൻഹയെ അള്ളാഹിൻ്റെ റസൂല് ഓർക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മദദും സഹായവും പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകട്ടെ. അതേ, സഹീഹുൽ ബുഖാരിയിൽ തന്നെ വേറൊരു ഹദീസ് കാണാം. ഫറജഅ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർജുഫു ഫുആദുഹു فدخل على خديجة بنت خويلد رضي الله عنها فقال زملوني زملوني. സുബ്ഹാനല്ലാഹ്.
അള്ളാഹിൻ്റെ റസൂല് ഹിറാ ഗുഹയിൽ വെച്ച് പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതീർണമുണ്ടായപ്പോൾ അള്ളാഹിൻ്റെ റസൂല് വരികയാണ്, ഖദീജ സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞപ്പോ ഫസമ്മലൂഹു ഹത്താ ദഅബ അൻഹു അതേ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹിൻ്റെ റസൂലിനെ പുതപ്പിട്ട് മൂടുകയാണ്. മുത്തുനബിയുടെ പ്രയാസം, മുത്തുനബിയുടെ വിഷമം മാറുന്നത് വരെ അവിടുന്ന് പുതപ്പിട്ട് മൂടുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂലിനെ സമാശ്വസിപ്പിക്കുകയാണ്. ഫഖാല ലി ഖദീജത വഅഖ്ബറൽ ഖബറ, അല്ലാഹുവിൻ്റെ റസൂല് ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്. ഇഹ്റാ ഗുഹയിലിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്, എന്നെ അണച്ചു പിടിക്കുകയാണ്, എന്നെ കൂട്ടിപ്പിടിക്കുകയാണ്. അതേ ഒരുപാട് തവണ എന്നെ അണച്ചു പിടിച്ചതിൻ്റെ ശേഷം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ എനിക്ക് ഓതിത്തന്നിട്ടുണ്ട് എന്ന വിഷയങ്ങളെല്ലാം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞപ്പോൾ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഇടപെടുകയാണ്. ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഭാര്യയ്ക്ക് ഭർത്താവിന് വേദനയുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട, നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് സമാശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്. ലഖദ് ഖശീതു അലാ നഫ്സി, എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേലിൽ ഞാൻ പേടിച്ചു ഖദീജ. അള്ളാഹിൻ്റെ റസൂല് പറയാണ്, എനിക്ക് വല്ലാത്ത വിഷമമായി ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, കല്ലാ വല്ലാഹി മാ യുഹ്സീകല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം വതഖ്റിൽ ലൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്. നബിയേ, നിങ്ങൾ വേദനിക്കണ്ട നബിയേ, നിങ്ങൾ പ്രയാസപ്പെടേണ്ട നബിയേ. അല്ലാഹു നിങ്ങളെ ഒരിക്കലും വിഷമത്തിലാക്കൂല, അല്ലാഹു നിങ്ങളെ വേദനിപ്പിക്കൂല. മാ യുഖ്സീകല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവെടിയൂല നബിയേ. അങ്ങ് ആരാണ്? അങ്ങ് അതേ ചർച്ച അങ്ങ് ആളുകൾക്കിടയിൽ വലിയ ബന്ധങ്ങൾ ആക്കുന്ന ആളല്ലേ? അങ്ങ് പാവപ്പെട്ടവരെ പരിഗണിക്കുന്ന ആളല്ലേ? അങ്ങ് ആരുമില്ലാത്ത ആളുകൾക്ക് ആശ്രയമല്ലയോ നബിയേ? അങ്ങ് അതിഥികളെ സ്വീകരിക്കുന്നവരല്ലയോ നബിയേ? അങ്ങ് സത്യത്തിൻ്റെ വഴിയിൽ വതുഈനു അലാ നവാഇബിൽ ഹഖ്, അങ്ങ് സത്യത്തിൻ്റെ വഴിയിലല്ലയോ നബിയെ? അതുകൊണ്ട് തങ്ങളെ വേദനിക്കണ്ട, തങ്ങളെ വിഷമിക്കണ്ട, തങ്ങളെ ഒരിക്കലും അല്ലാഹു പ്രയാസത്തിലാക്കൂല. എന്ത് നല്ല വർത്തമാനമാണ്! ഒരു ഭാര്യ ഒരു ഭർത്താവിൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ എന്തെങ്കിലും ഒരു വിഷമമുണ്ടാകുമ്പോൾ, ആ വിഷമത്തിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് അവതരിപ്പിക്കുന്ന സമയത്ത് സമാശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. അതാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ്. എന്തുമാത്രം നല്ല വർത്തമാനമാണ്! നിങ്ങൾ പാവപ്പെട്ടവരുടെ നേതാവല്ലേ? നിങ്ങൾ സാധുക്കളെ സഹായിക്കുന്ന ആളല്ലേ? നിങ്ങൾ സത്യത്തിൻ്റെ മേലിലല്ലേ? തങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്നവരല്ലേ? അങ്ങക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് നബിയെ! ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ള ഒരാളെ അല്ലാഹു ഒരിക്കലും വിഷമത്തിലാക്കൂല. അല്ലാഹുവിൻ്റെ റസൂലിന് അത് വലിയ സമാശ്വാസമായി. അങ്ങനെ പ്രതിസന്ധിയുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിലെല്ലാം ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂലിന് മനഃശാന്തി പകരുകയാണ്, സമാധാനം പകരുകയാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹിൻ്റെ റസൂലിനെ
ഒരു വിഷമവും ഉണ്ടാകരുത് എന്ന് മനസ്സുകൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രയാസവും അള്ളാഹിൻ്റെ റസൂല് നേരിടാൻ പാടില്ല എന്നത് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അത്രമാത്രം അള്ളാഹിൻ്റെ റസൂലിനെ അവിടുന്ന് അള്ളാഹിൻ്റെ റസൂലിനെ ദേഷ്യം പിടിക്കുന്ന ഒരു വാക്ക് പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മാ യഗ്ളുബു ഖത്തുൻ, അള്ളാഹിൻ്റെ റസൂലിനെ വേദനിപ്പിക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ചെറിയ വാക്ക് പോലും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. നല്ല ഉത്തമയായ ഒരു ഭാര്യയ്ക്ക് മാതൃകയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ഒരു ഭർത്താവിനോട് സ്വീകരിക്കേണ്ട രീതി എന്താണ് എന്നത് എല്ലാം ആ ജീവിതത്തിൽ, അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം എന്നറിയോ? ഒരു ചരിത്രം കൂടി കേൾക്കണം മുഅ്മിനീങ്ങളെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അള്ളാഹിൻ്റെ റസൂല് വന്ന് പറയാണ്, ഖദീജ, വല്ലാതെ എനിക്ക് പേടിയാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ മലക്കുകൾ ഇങ്ങനെ വരുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് ഒരു സമാശ്വാസത്തിന് വേണ്ടി അള്ളാഹിൻ്റെ റസൂല് ചെല്ലുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണ്. ഒരു ദിവസം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, ഖദീജ, എന്നും എൻ്റെ അടുക്കലേക്ക് വരുന്ന ആ മലക്ക് ദാ വന്നിരിക്കുകയാണ്. ആ മലക്കിപ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അത് മലക്ക് തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു ശ്രമം നടത്തുകയാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, വന്നിരിക്കുന്നത് മലക്ക് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ആ മലക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ അറിയിക്കണമെന്ന് ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ. ഒന്ന് അറിയണമല്ലോ, മലക്കാണോ വരുന്നത്, അല്ല ഇനി വേറെ ഏതെങ്കിലും മലക്കിൻ്റെ രൂപത്തിൽ ശൈത്താൻ വരുന്നതാണോ എന്ന് അറിയണം. അതിനെന്താണ് പണി? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അതേ ആയിഷ, അതേ ഖദീജ, അറിയാൻ സാധിക്കും. ഇനി അടുത്ത പ്രാവശ്യം മലക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാമേ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അതെ, ആ മലക്ക് വന്നിരിക്കുകയാണ്, ആ മലക്ക് വന്നിട്ടുണ്ട് ഖദീജ. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, അങ്ങനെ ആ മലക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ കാലിൽ ഒന്ന് ഇരിക്കൂ നബിയേ, എൻ്റെ കാലിൻ്റെ മുകളിൽ വന്ന് ഒന്ന് ഇരിക്കണം. അള്ളാഹിൻ്റെ റസൂല് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലിൻ്റെ മുകളിൽ പോയിരുന്നു, തലവെച്ച് അവിടെ അങ്ങ് കിടന്നു. അപ്പോൾ ബീവി ചോദിച്ചു, ഇപ്പോൾ മലക്കിനെ കാണുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, കാണുന്നുണ്ട്, കാണുന്നുണ്ട്. നഅം യാ ഖദീജ, കാണുന്നുണ്ട്. പിന്നെയും കുറച്ചുകൂടി മുകളിലോട്ട് അവിടുത്തെ തലയൊന്ന് എടുത്ത് വെക്കൂ നബിയേ. അപ്പോൾ ചോദിച്ചു, കാണുന്നുണ്ടോ? ഉണ്ട് ഖദീജ, കാണുന്നുണ്ട്. എങ്കിൽ എൻ്റെ ഇടത്തെ കാലിൻ്റെ മുകളിൽ ഒന്ന് അങ്ങ് തല വെച്ച് കിടക്കൂ നബിയേ. അതുപോലെ അള്ളാഹിൻ്റെ റസൂല് ചെയ്യുകയാണ്. ഇപ്പോൾ കാണുന്നുണ്ടോ? ഉണ്ട് ഖദീജ, ആ മലക്കിനെ ഞാൻ കാണുന്നുണ്ട്. ഉടനെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, തൻ്റെ തലയിൽ ഇട്ടിരിക്കുന്ന തട്ടമുണ്ടല്ലോ, ആ തട്ടമൊന്ന് ഒരു ഭാഗത്തേക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മെല്ലെ ചെരിഞ്ഞ് ഇരുന്നിട്ട് തൻ്റെ തലയിലെ തട്ടമൊന്ന് താഴെ ഇടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫതഹസ്സർതു ഖത്രഹ്തു ഹിമാരി. എന്നിട്ട് തൻ്റെ തട്ടത്തിൻ്റെ ഒരു ഭാഗം താഴെ ഇട്ടിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അൽ തറാ, ഇപ്പോൾ കാണുന്നുണ്ടോ നബിയേ?
അപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു ലാ ഇല്ല ഖദീജ കാണുന്നില്ല. ഉടനെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹാദാ വല്ലാഹി മലക്കുൻ കരീം ലാ വല്ലാഹി മാ ഹാദാ ശൈത്വാൻ. അതെ, ഇത് ഒരിക്കലും ശൈത്വാനല്ല, ഇത് മലക്ക് തന്നെയാണ്, വന്നിരിക്കുന്നത് മലക്ക് തന്നെയാണ്. തലയിൽ നിന്ന് അല്പമൊന്ന് തട്ടം താഴെ വീണപ്പോ മലക്ക് അവിടെ നിന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, വലിയ പാഠമല്ലേ, വലിയ വിഷയമല്ലേ? തല തുറന്ന് നടക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് വലിയ പാഠമാണിത്. തലമറക്കാതെ അന്യ പുരുഷന്മാരുടെ മുന്നിലൂടെ നടക്കുന്ന സ്ത്രീകളാണോ, അവരുടെ അടുക്കലേക്ക് ഒരിക്കലും മലക്കുകൾ വരൂല. മലക്കുകളുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാകൂല. അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണേ. മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടായി മാറണം. അവിടെ പകരമായി വരുന്നത് ശൈത്വാനായിരിക്കും. അള്ളാഹു നമ്മുടെ വീടുകൾ മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടാക്കി തരട്ടെ. അല്പമൊന്ന് തലയിലെ തട്ടമൊന്ന് മാറ്റിയപ്പോ അവിടെ മലക്ക് വന്നില്ല. അത് മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അങ്ങേയറ്റത്തെ ബുദ്ധിയാണ്, അങ്ങേയറ്റത്തെ അവിടുത്തെ വല്ലാത്ത ബുദ്ധിയാണ്. അള്ളാന്റെ റസൂല് അതുകൊണ്ട് തന്നെയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ വല്ലാതെ സ്നേഹിച്ചു മുഅ്മിനീങ്ങളെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലത്ത് ഖാസിം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മുത്തുനബിയുടെ ചെറിയ കുട്ടി മരണപ്പെടുകയാണ്. എപ്പോഴാണ് മരണപ്പെടുന്നത്? മുല കുടിക്കുന്ന പ്രായമുള്ള സമയമാണ്. സുബ്ഹാനല്ലാഹ്, മുല കുടിക്കുന്ന പ്രായമുള്ള സമയത്ത് ഖാസിം എന്ന് പറയുന്ന കുട്ടി മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ മരണം, സ്വന്തം മക്കളുടെ മരണം, അത് എത്രമാത്രം വേദനിപ്പിക്കും. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ് തരട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം അള്ളാഹുവേ നീ നൽകല്ല അല്ലാ. എത്ര ആളുകൾ മരണപ്പെട്ടു പോയി, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ മരണപ്പെട്ട എത്ര സംഭവങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക ഒരു ഉമ്മയാണ്. അവരുടെ വേദന ഒരു കാലത്തും തീരുകയില്ല. അത്രമാത്രം വല്ലാത്ത വേദനയായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു ദീർഘ ആയുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യണം. മക്കളുടെ കാര്യത്തിൽ എപ്പോഴും ദുആ ചെയ്യണം. കഴിയുന്ന സൂറത്തുകളൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കണം. എവിടേക്ക് പോകുമ്പോഴും അവരെ മന്ത്രിച്ച് ഊതി ആയത്തുൽ കുർസിയൊക്കെ അവരെ തലയിലേക്ക് ഊതി അവരെ യാത്രയാക്കണം. അങ്ങനെ മക്കൾക്ക് വേണ്ടി എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടായാൽ, ഇത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഹിക്മത്തുകൾ ഉണ്ടാവും. 6 മക്കളുടെ മരണം കാണേണ്ടി വന്ന പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹിൻ്റെ ഖളാണ്. അള്ളാഹിൻ്റെ റസൂലിന് ഒരു പക്ഷേ മക്കളുണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പക്ഷേ പിന്നീട് വേറെ പലതും ഉണ്ടായി എന്ന് വരാം. പിന്നീട് മക്കളില്ലാതെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ പ്രവാചകത്വം കൽപ്പിക്കാൻ വേണ്ടി പോയ ആളുകൾ വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മക്കളാണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? മക്കൾ ഉണ്ടാവൂല, ആൺമക്കൾ ഉണ്ടായില്ല എന്ന ഒരു പരാതി അത് പരിഹരിക്കുകയും ചെയ്തു. അതേ സമയത്ത് അള്ളാഹിൻ്റെ റസൂലിന് 6 മക്കളുടെ മരണം കാണേണ്ടി വന്നു. അതുകൊണ്ട് ആരെങ്കിലും മക്കൾ മരണപ്പെട്ടു പോയാൽ വേദനിക്കണ്ട എന്ന് ഒരു വലിയ പാഠം ലോകത്തെ പഠിപ്പിക്കാനും അങ്ങനെ പല മുറാദുകളും അതിൻ്റെ പിന്നിലുണ്ടാകും. അല്ലാഹു ആലം, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അതുകൊണ്ട് നമ്മളതിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഏതായിരുന്നാലും ഖാസിം എന്ന് പറയുന്നൊരു പൊന്നുമോൻ മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടപ്പോൾ അമ്മാ തുവഫിയൽ
ഖാസിം ഇബ്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലത്ത് ഖദീജ യാ റസൂലല്ലാഹ് ദർറത്ത് അതേ മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ് ദർറത്ത് ലുബൈനത്തുൽ ഖാസിം ഫലൗ കാനല്ലാഹു അബ്ഖാഹു അത്താ യസ്തക്മില റളാഅ. ഖാസിം എന്ന് പറയുന്ന കുട്ടി, ആ പൊന്നുമോൻ വഫാത്താകുന്ന ഒരു സമയം വന്നപ്പോ ഖാസിം ബി അതേ അല്ലാഹ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഖാസിമിനെ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മുല കുടിപ്പിച്ച് അത് പൂർത്തിയാക്കുന്നത് വരെ അല്ലാഹു ഒന്ന് എൻ്റെ മകനെ എനിക്ക് തരുമായിരുന്നെങ്കിലേ, എനിക്ക് അല്ലാഹു ഒന്ന് ആ പൊന്നമോൻ്റെ മരണമൊന്ന് പിന്തിപ്പിച്ചിരുന്നെങ്കിലേ. മുല കുടിക്കുന്ന പ്രായത്തിൽ കുഞ്ഞ് മരിക്കുക എന്ന് പറഞ്ഞ ആ മുലകുടി പ്രായമൊന്ന് കഴിയാൻ എനിക്കൊന്ന് അവസരം തന്നിരുന്നെങ്കിലേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ആഗ്രഹമാണ്, അത് പൂർത്തിയാക്കുന്നത് വരെയെങ്കിലും അല്ലാഹു ഒന്ന് പിന്തിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ എന്ന് ഞാനിങ്ങനെ ആശിച്ചു പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബിയേ എന്ന് എനിക്ക് വല്ലാത്ത ഒരു ആശയുണ്ട് നബിയേ. അപ്പോഴാണ് അള്ളാന്റെ റസൂലിന്റെ മറുപടി, ഓ ഖദീജ ഇന്ന തമാമ റളാഇഹി ഫിൽ ജന്ന. അതേ ഖാസിം റളിയല്ലാഹു അൻഹുവിൻ്റെ മുലകുടി പൂർത്തിയാകുന്നത് സ്വർഗത്തിൽ വച്ചാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലകുടി അത് സ്വർഗത്തിൽ വെച്ച് പൂർത്തിയാക്കും. സുബ്ഹാനല്ലാഹ്. ലൗ അഅലമു ദാലിക യാ റസൂലല്ലാഹ് ലഹവന അലയ്യ ഇംറഅത്തുൻ. അതേ അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, ഒരു സ്വർഗീയമായ ഒരു വനിത മഹാനായ ഖാസിം റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിൽ വെച്ച് മുലയൂട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലെ, എനിക്ക് മുലപ്പാല് വല്ലാതെ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മകനെ ഒന്ന് മുലയൂട്ടുന്ന പ്രായം പൂർത്തിയാകുന്നത് വരെ എനിക്ക് അല്ലാഹു ഒന്ന് പിന്തിപ്പിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഖദീജ വിഷമിക്കണ്ട, വേദനിക്കണ്ട. ഖാസിം റളിയല്ലാഹു അൻഹു ആ പൊന്നുമോൻ്റെ മുലകുടി പൂർത്തിയാക്കുന്നത് സ്വർഗത്തിൽ വെച്ചായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. വേദനിക്കണ്ട. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ആ മുലകുടി പൂർത്തിയാക്കുന്നത് സ്വർഗത്തിൽ വച്ച് ഒരു സ്വർഗീയമായ സ്ത്രീയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം നോക്കൂ മുഅ്മിനീങ്ങളെ, എന്തൊരു സ്നേഹമാണ്, എന്തൊരു മഹബ്ബത്താണ്. ഖദീജ അപ്പം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ അത് ഞാൻ നേരത്തെ അറിയുമായിരുന്നുവെങ്കിൽ എനിക്ക് സമാശ്വാസം കൊള്ളാമായിരുന്നു, എനിക്കങ്ങനെ സന്തോഷിക്കാമായിരുന്നു. അത് നേരത്തെ എനിക്കറിയുമായിരുന്നെങ്കിൽ, അഥവാ സ്വർഗത്തിൽ വെച്ച് മുലയൂട്ടുന്നത് എനിക്ക് നേരത്തെ ഒന്ന് അറിയുമായിരുന്നുവെങ്കിൽ എനിക്കൊന്നുകൂടെ സമാശ്വസിക്കാമായിരുന്നു നബിയെ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഖദീജ ഇൻ ശിഅതി ദഅഉതുല്ലാഹ തആല ഫസ്മഅകി സൗതഹു. ഓ ഖദീജ, നിങ്ങളുടെ ഖാസിം എന്ന് പറയുന്ന പൊന്നുമോൻ സ്വർഗത്തിൽ വെച്ച് മുല കുടിക്കുന്ന ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് അത് പറഞ്ഞ് കേൾപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്. എന്തൊരു സ്നേഹമാണ്, എന്തൊരു മഹബ്ബത്താണ്. ഭാര്യൻ്റെ ഖൽബിന്
ഒരു വേദനയും ഉണ്ടാകാൻ പാടില്ല. ഖദീജ ഉമ്മാക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. എന്തൊരു സ്നേഹമാണല്ലേ! അല്ലാ, ഖദീജ ഉമ്മാക്ക് മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആ ശബ്ദം കേൾപ്പിച്ചു തരാം. സ്വന്തം മകനായ ഖാസിം എന്ന് പറയുന്ന പൊന്നുമോൻ സ്വർഗത്തിൽ വെച്ച് മുലപ്പാൽ കുടിക്കുന്ന ആ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം. ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വേണ്ട നബിയേ, യാ റസൂലല്ലാഹ്, ബൽ അസ്ദഖുല്ലാഹ അതേ നബിയേ, ഞാനത് വിശ്വസിച്ചു നബിയേ. ബൽ ഉസദ്ദഖുല്ലാഹ വറസൂലഹ, അതേ നബിയേ, ഞാനത് ഉസദ്ദിഖുല്ലാഹ വറസൂല, ഞാനത് വിശ്വസിച്ചു നബിയേ. എനിക്കിനി അതിൻ്റെ തെളിവിൻ്റെ ആവശ്യമില്ല. ഞാനത് വിശ്വസിക്കുകയാണ്, ഞാനത് ഉൾക്കൊള്ളുകയാണ്. എനിക്കതിലൊരു സംശയത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. യാ റസൂലല്ലാഹ്, ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, ഞാനത് വിശ്വസിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വല്ലാത്ത വർത്തമാനം. ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വേദനിക്കുന്നത് ഒരു ചെറിയ നിലക്ക് പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഒരു മാല കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരയുകയാണ്. കരച്ചിൽ അടക്കാൻ കഴിയണില്ല അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം വളരെ നീണ്ടതാണ്. എന്നപ്പോൾ അതിലേക്ക് വിശാലമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അബുൽ ആസ് എന്ന് പറയുന്ന ആൾക്കാണ് മകളായ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാഹിൻ്റെ റസൂൽ കല്യാണം കഴിച്ചു കൊടുത്തത്. ആ കല്യാണം നടന്നത് മക്കയിൽ വെച്ചാണ്. അന്ന് അബുൽ ആസ് ഇസ്ലാമിലേക്ക് വന്ന കാലഘട്ടമല്ല. ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടില്ല. പക്ഷെ അന്ന് ആ കല്യാണം നടന്നു. അവരങ്ങനെ ജീവിച്ചു. ഭർത്താവെന്ന നിലയ്ക്ക്, ഭാര്യ മകളെന്ന നിലയ്ക്ക് കല്യാണം കഴിച്ച് കൊടുത്തയക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ റസൂല് സൈനബ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സമ്മാനമായി ഒരു മാല കൊടുക്കുകയാണ്. ആ മാല പിന്നീട് സൈനബ ബീവി റളിയല്ലാഹു അൻഹ ധരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. മുത്ത് റസൂലുള്ളാഹി മദീനയിലേക്ക് പോയി. ബദർ യുദ്ധത്തിൻ്റെ രണാങ്കളം വരികയാണ്. പരിശുദ്ധമായ മദീനയിൽ നിന്ന് സ്വഹാബത്ത് ബദർ രണാങ്കളത്തിലേക്ക് എത്തുന്നു. മക്കയിൽ നിന്ന് ശത്രുക്കളും ബദർ രണാങ്കളത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ആ ബദർ യുദ്ധത്തിന് വേണ്ടി വന്ന ആ കൂട്ടത്തിൽ അബുൽ ആസ് എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവായ ആ ഭർത്താവും യുദ്ധത്തിന് അന്ന് കൂട്ടത്തിലുണ്ട്. സ്വാഭാവികമാണ്, മക്കയിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി വരുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റിയില്ല. അവരുടെ കൂടെ യുദ്ധത്തിന് വേണ്ടി മക്കയിലേക്ക് വന്നു, ബദറിലേക്ക് വന്നു. സൈനബ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ വേദനിച്ചൊരു സമയമാണ്. കാരണം ഒരു ഭാഗത്ത് എൻ്റെ ഉപ്പയുടെ നേതൃത്വത്തിലുള്ള മുഅ്മിനീങ്ങളുടെ നേതൃത്വം, മുസ്ലിമീങ്ങളുടെ നേതൃത്വം, മറുഭാഗത്ത് എൻ്റെ ഭർത്താവും ഉൾപ്പെടെയുള്ള ശത്രുക്കളുടെ ഒരു പക്ഷം. എന്തു ചെയ്യും? സ്വന്തം മകൾ വല്ലാതെ വേദനിച്ചൊരു സമയമല്ലേ. ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയോ? എന്താണ് ഉണ്ടാവുക? ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഖദീജ മഹദിയായ സൈനബ ബീവി റളിയല്ലാഹു അൻഹ ആ സമയത്ത് യുദ്ധത്തിന് വേണ്ടി അബുൽ ആസ് പോകുന്ന സമയത്ത് കയ്യിലൊരു സ്വർണത്തിൻ്റെ മാല കൊടുത്തിരുന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞപ്പോൾ അബുൽ ആസിനെ യുദ്ധത്തടവുകാരനായി പിടികൂടിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, യുദ്ധത്തടവുകാരനായി പിടികൂടിയ ആളുകളെ മോചിപ്പിക്കണമെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണമെന്ന ഒരു വിഷയം അവിടെ വരികയാണ്. യുദ്ധത്തടവുകാരായ പിടിച്ച ആളെ അങ്ങനെ പെട്ടെന്ന് മോചിപ്പിക്കൂല. അവരെ മോചിപ്പിക്കണമെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം. എന്താണോ കയ്യിലുള്ളത് അത് കൊടുക്കുക, അത് കൊടുത്തിട്ട് മോചിപ്പിക്കുക. അങ്ങനെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും കൊടുത്തു. അബുൽ ആസും അതിൻ്റെ കൂടെയുണ്ട്, അവരും കൊടുത്തു മോചനദ്രവ്യം. എല്ലാ മോചനദ്രവ്യവും കിട്ടിയതിന് ശേഷം അള്ളാഹിൻ്റെ റസൂൽ അതിങ്ങനെ പരിശോധിക്കുകയാണ്. പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പരിശോധനയുടെ ഇടയിൽ ആ സ്വർണത്തിൻ്റെ മാല മുത്തുനബിയുടെ കയ്യിൽ കിട്ടുകയാണ്. ഏത് മാല? സൈനബ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന മകള്
അബുൽ ആസാകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തയച്ച ആ സ്വർണത്തിൻ്റെ മാല അള്ളാൻ്റെ റസൂല് കാണുകയാണ്. മാല കണ്ടപ്പോ അള്ളാൻ്റെ റസൂല് കരയാൻ തുടങ്ങി, പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങളുടെ വേദന? എന്താണ് നബിയെ? അള്ളാൻ്റെ റസൂല് പറഞ്ഞു, ഓ സ്വഹാബ, ഈ മാല ഏത് മാലയാണെന്നറിയുമോ? എൻ്റെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അതെ ശരീരത്തിൽ ധരിച്ചിരുന്ന സ്വർണത്തിൻ്റെ മാലയാണ്. എൻ്റെ മകളായ സൈനബയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് ഒന്നും കൊടുക്കാനില്ലാതെ വന്നപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ആ സ്വർണത്തിൻ്റെ മാലയെടുത്ത് എൻ്റെ മകളുടെ ശരീരത്തിലേക്ക് ഇട്ടുകൊടുത്ത രംഗം ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ് അള്ളാൻ്റെ റസൂല് കരയുകയാണ്. ഒരു മാല കണ്ടപ്പോൾ ആ മാല കണ്ടിട്ട് കരയുകയാണ്. എത്രമാത്രമായിരിക്കും ആ സ്നേഹത്തിൻ്റെ കാഠിന്യം! എത്രമാത്രം അള്ളാൻ്റെ റസൂലിനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വാധീനിച്ചിട്ടുണ്ട്! ആ മഹബത്തിൻ്റെ ആഴമെത്രയാണ്! ആ ഹുബ്ബിൻ്റെ ആഴമെത്രയാണ്! അതുകൊണ്ടാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞത്, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചപ്പോൾ അള്ളാഹു വലിയ പദവി നൽകി. വലിയ പദവി എന്ന് പറഞ്ഞാൽ ലോകത്തിന്നവരേക്കും ഒരു സ്ത്രീക്കും ലഭിക്കാത്ത പദവിയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അതേ ഖദീജ ബീവിക്ക് അള്ളാഹു നൽകിയത്. ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു പദവി കിട്ടിയിട്ടില്ല. അത്താ ജിബ്രീലുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു നബിയുടെ അടുക്കലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, ഏതാണ് സന്ദർഭം എന്നറിയുമോ? ഏതാണ് സന്ദർഭം? പരിശുദ്ധമായ ഗാർ ഹിറായുടെ മുകളിലേക്ക് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹിൻ്റെ റസൂലിനെ 6 കിലോമീറ്ററോളം നടക്കണം മക്കയിൽ നിന്ന് ഗാർ സൗറിൻ്റെ മലയുടെ അടുക്കലേക്ക് എത്താൻ. ആ 6 കിലോമീറ്റർ ഒരു ഭാഗത്ത് ശത്രുക്കൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടം സമയം, ആ സമയങ്ങളിലെല്ലാം എല്ലാവരും അള്ളാഹിൻ്റെ റസൂലിനെ കൈയൊഴിഞ്ഞ സമയം ഖദീജ ബീവിയുടെ പാറ പോലെ നിന്നു. ഖുവൈലിദിൻ്റെ മകള്, മക്കയിലെ ഏറ്റവും വലിയ പണക്കാരി, എല്ലാവരാലും അള്ളാഹിൻ്റെ റസൂല് ഒരു പാവപ്പെട്ട ആളാണ്, ഒന്നിനും കൊള്ളാത്ത ആളാണ്, കയ്യിലൊന്നുമില്ല, സാധുവാണെന്നൊക്കെ പറഞ്ഞ് അള്ളാഹിൻ്റെ റസൂലിനെ കളിയാക്കുന്ന സമയത്ത് തൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് ദാനം നൽകിയിരിക്കുന്നു. മാലഹ ഖദ് അൻഫഖതുഹു വലിത്വഹവഹ ബാതുഹു ദثرته زملته هونت عنه صعابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. എല്ലാവരും കൈയൊഴിഞ്ഞ സമയത്ത് എൻ്റെ സമ്പത്ത് മുഴുവനും എൻ്റെ അള്ളാഹിൻ്റെ റസൂലിനിക്ക് ഞാൻ നൽകിയിരിക്കുകയാണ്. നാട്ടിലെ പ്രമാണിമാരെ മുഴുവനും വിളിച്ചു വരുത്തുകയാണ്. എല്ലാ നാട്ടിലെ മക്കയിലെ മുഴുവൻ പണക്കാരെയും വിളിച്ചു വരുത്തുന്നു. അത്രയും കാലം അള്ളാഹിൻ്റെ റസൂല് ഫക്കീറാണ്, അള്ളാഹിൻ്റെ റസൂല് ഒന്നുമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ ശത്രുക്കളെ മുഴുവനും തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ മുഴുവൻ സമ്പത്തും ഇന്ന് ഞാൻ എൻ്റെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒറ്റ സമയം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായി മാറി മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാന്റെ റസൂലിൻ്റെ സമ്പത്താണ്. മക്കയിലെ ഖുറൈശികൾ പോയി അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. ഇത്രയും കാലം കയ്യിലൊന്നുമില്ലാത്ത ആളാണ്, ഫക്കീറാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തുനബി ആക്ഷേപിച്ചവരുടെ മുന്നിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സധൈര്യം ധൈര്യത്തോടെ നിന്ന് എൻ്റെ റസൂലുള്ള ഇന്ന് ഏറ്റവും വലിയ പണക്കാരനാണ്, നിങ്ങളുടെ കളിയാക്കലുകളൊന്നും അവിടെ വില പോകൂലെന്ന് ധൈര്യസമേതം മക്കയിലെ മുഴുവൻ ശത്രുക്കളെയും വിളിച്ചു വരുത്തി, അവരുടെ മുഴുവൻ നേതാക്കളെയും വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ സധൈര്യം പ്രഖ്യാപിച്ച മഹദിയാണ് ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. അവരുടെ മഹത്വം എത്രേ, അവരുടെ സ്ഥാനം എത്രേ. അവർ പോലും ആ മക്കയിലുള്ള ഘട്ടത്തിലാണ് ആ ഉമ്മ, പണക്കാരിയായ ഉമ്മ, പണത്തിൻ്റെ ഹുങ്ക് കാണിച്ചില്ല. അവിടെ മുത്തുനബിയോടുള്ള സ്നേഹമാണ്. എത്ര വലിയ പണമുണ്ടായാലും ഇല്ലെങ്കിലും സ്നേഹം മുത്തുനബിയോടാണോ അവർക്ക് രക്ഷയുണ്ട്. അള്ളാഹു നമുക്ക് ആ മഹബത്തിൻ്റെ ചെറിയ ഒരു അംശം അള്ളാഹു നമുക്ക് ഖദീജ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഖൽബിലിട്ട് തരട്ടെ. ചെറിയൊരു അംശം കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു പോകും. അത്രമാത്രം വല്ലാത്തൊരു മഹബത്തിൻ്റെ ഉമ്മയായിരുന്നു ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. എന്നിട്ട് പറയാൻ, അള്ളാഹിൻ്റെ റസൂലിന് വേണ്ടി ആ ശത്രുക്കൾക്കിടയിലൂടെ നടന്നിട്ട് ഭക്ഷണവുമായി വരികയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ആമിറും എല്ലാ കിങ്കരന്മാരും നേതാക്കളും അവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവർക്കിടയിലൂടെ ഭക്ഷണവുമായി 6 കിലോമീറ്ററോളം നടന്ന് ഗാർ സൗറിൻ്റെ സമീപമെത്തി അവിടെ നിന്ന് മുകളിലേക്ക് കയറുകയാണ്. എത്ര ദൂരെ യാത്ര ചെയ്യണം? അതിൻ്റെ അവസ്ഥ പറഞ്ഞാൽ അത് കയറിയവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പലരും അത് കയറിയവരാണ്, അനുഭവിച്ചവരാണ്. ആ മലയുടെ മുകളിൽ കയറിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ രാവിലെയും വൈകുന്നേരവും ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം ഒറ്റ പ്രാവശ്യം കയറുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോവുകയാണ്. രാവിലെയും വൈകുന്നേരവും തൻ്റെ പ്രായം പോലും മറന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ആ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് 25 വയസ്സാണ്. പിന്നീട് 15 വർഷം കഴിഞ്ഞിട്ടാണ് മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുത്തുനബിക്ക് 40 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്കോ 55 വയസ്സ് പൂർത്തിയായ സമയമാണ്. ഈ 55 വയസ്സുള്ള സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു ചെറുപ്പക്കാരിയെ പോലെ ആ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നത്. മഹബത്തിൻ്റെ കാഠിന്യമാണ്. ഇഷ്കുണ്ടായാൽ പിന്നെ എന്തിനും തയ്യാറാകും. ഇഷ്ക് വേണം കൽബിൽ. ആ ഇഷ്കുണ്ടായാൽ പിന്നെ ഒന്നും പ്രയാസമായി തോന്നൂല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് കണ്ടിട്ട് അതേ ജിബ്രീൽ അലൈഹിസ്സലാം തലക്ക് കൈവച്ച് പോയത്രേ. ജിബ്രീൽ അലൈഹിസ്സലാം തലയിൽ കൈവച്ച് പോകണമെങ്കിൽ ആ ഒരു ഘട്ടം എന്തായിരിക്കും? അതിൻ്റെ ഒരു കാഠിന്യം എത്ര വലുതാണ്! എന്താണ് അതിൻ്റെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ! സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയെ ഹാദി ഖദീജ ഖദ് അതത് മഅ ഇനാഉൻ ഫീഹി ഇദാം. നബിയെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു പാത്രവുമായി വരുന്നുണ്ട് നബിയെ. അതിലെന്തുണ്ട്? അതിൽ ഭക്ഷണമുണ്ട്. മഅഹ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ്. അതിൽ ഭക്ഷണമുണ്ട്, അതിൽ കറിയുണ്ട്, അതിൽ വെള്ളമുണ്ട് നബിയെ. അതുമായി ഖദീജ ഉമ്മ നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. ഫഇദാ ഹിയ അതത്ക ഫഖറ അലൈഹിസ്സലാം മിൻ റബ്ബിഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങളുടെ സമീപത്തേക്ക് എത്തിയാൽ ഖദീജ ബീവിയോട് നിങ്ങൾ പറയണം, നബിയെ അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ആരാണ് സലാം പറയുന്നത്? അല്ലാഹ് സലാം പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അല്ലാഹ് സലാം പറയാണ്. എന്തൊരു വലിയ മഹത്വമാണല്ലേ! ഫഖറ അലൈഹിസ്സലാം മിൻ റബ്ബിഹാ. അല്ലാഹു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞിട്ടുണ്ട്. വമിന്നീ, അള്ളാന്റെ സലാം മാത്രമല്ല എൻ്റെ സലാമും
ഖദീജ ബീവിയോട് പറയണേ നബിയേ, വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന. ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. എങ്ങനെയുള്ള വീടാണ്? മിൻ ഖസ്ബിൻ ലാ സഖബ ഫീഹി വലാ നസബ. സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ട്. ആ വീട്ടിലോ അതിൽ ക്ഷീണമില്ല, അതിൽ പ്രയാസങ്ങളില്ല. മനോഹരമായൊരു വീട്, മുളകളാൽ സ്വർഗീയമായ മുളകളാലും സ്വർഗീയമായ അലങ്കാര വസ്തുക്കളാലും നിർമ്മിക്കപ്പെട്ട മനോഹരമായൊരു വീട്. ആ വീടിൽ പ്രയാസങ്ങളില്ല, ആ വീടിൽ ക്ഷീണമില്ല. പ്രയാസങ്ങളും വേദനകളും സഹിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇനി പ്രയാസം അനുഭവിക്കേണ്ടതില്ല. ഇനി ഒരു ക്ഷീണത്തിൻ്റെ ഒരു ചെറിയ ലാഞ്ചന പോലും അവിടെയില്ല. അത്രയും കാലം സ്വർഗത്തിലാണ്. അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിന് എത്ര വലിയ സന്തോഷമായി മുഅ്മിനീങ്ങളെ, എത്ര വലിയ സ്ഥാനമാനങ്ങളിലേക്കാണ് ഖദീജ ബീവി ഉയർന്നത്. അല്ലാഹ് സലാം പറയുകയാണ്. ഖദീജ ഉമ്മയെപ്പോലെ ഒരു സ്ത്രീയോടും അള്ളാഹു സലാം പറഞ്ഞിട്ടില്ല. അത് ഖദീജ ഉമ്മക്ക് മാത്രം അള്ളാഹു നൽകിയ സ്ഥാനമാണ്. അതേ നിസ്കരിച്ചത് കൊണ്ടാണോ? അത് മനസ്സിലാക്കാൻ വകുപ്പില്ല. ഖദീജ ഉമ്മയുടെ കാലഘട്ടത്തിൽ നിസ്കാരം നിർബന്ധമായിട്ടില്ല. നോമ്പ് നോറ്റത് കൊണ്ടാണോ? ഒരിക്കലും മനസ്സിലാക്കാൻ വകുപ്പില്ല. അതേ മുത്തുനബി ഹിജറ വന്നിട്ട് മക്കയിലെത്തിയിട്ട് അതേ ഹിജറയുടെ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമായത്. ഹജ്ജ് ചെയ്തിട്ടാണോ? ആ ഖദീജ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഹജ്ജ് നിർബന്ധമായിട്ടില്ല. അതേ ഖദീജ ഉമ്മയുടെ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടില്ല. ഇസ്ലാമിൻ്റെ പവിത്രമായ കർമ്മങ്ങളൊന്നും നിർബന്ധമാകാത്ത ഒരു കാലഘട്ടത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ട് അല്ലാഹ് സലാം പറഞ്ഞിട്ട് ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒറ്റ ഒന്ന് മാത്രമാണ്. മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്കാണ്, അങ്ങേയറ്റത്തെ മഹബ്ബത്താണ്, അങ്ങേയറ്റത്തെ സ്നേഹമാണ്. അല്ലാഹുവേ, ആ സ്നേഹത്തിൻ്റെ ചെറിയ ഒരു അംശം ഞങ്ങളുടെ കൽബിലേക്ക് നീ ഇട്ടു തരണേ അല്ലാഹ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്ക് ഖദീജ ഉമ്മയുടെ മദ്ഹ് പാടാനുണ്ട്, മദ്ഹ് ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹ് സലാം പറഞ്ഞറിയിച്ചു. അതെ, ഫഖ്റ അലൈഹിസ്സലാം മിൻ റബ്ബിഹാ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സലാമുണ്ട്. ഇപ്പം ഖദീജ ഉമ്മയുടെ ഇൽമിൻ്റെ ആഴം നോക്ക് നിങ്ങൾ. അതിനെങ്ങനെയാണ് അവിടുന്ന് മറുപടി പറഞ്ഞത്? അവിടുന്ന് എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? അവിടെയാണ് വിഷയം അല്ലേ. അള്ളാഹു സലാം പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷയും സലാമത്തും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അപ്പോൾ തിരിച്ച് അള്ളാഹിനോട് അള്ളാഹിൻ്റെ രക്ഷയും സലാമത്ത് നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, അള്ളാഹിനോട് തിരിച്ച് അങ്ങനെ സലാം പറയാൻ പാടില്ല. അത് പറ്റൂലല്ലോ. അള്ളാഹിനോട് തിരിച്ചങ്ങോട്ട് അങ്ങനെ സലാം പറയാൻ പാടില്ലല്ലോ. അള്ളാഹ് ഇങ്ങോട്ട് സലാം പറഞ്ഞു, അപ്പോൾ തിരിച്ചങ്ങോട്ട് വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹിൻ്റെ രക്ഷയും സലാമത്ത് അള്ളാഹ്ക്ക് ഉണ്ടാകട്ടെ എന്ന് അങ്ങനെ പറയാൻ പാടില്ല. അപ്പം ഇങ്ങനെ എന്താ മറുപടി പറയേണ്ടത്? അവിടെയാണ് ഖദീജ ബീവിയുടെ വിവരം, അറിവ്, ആ ഇൽമ്. ഖദീജ ബീവി പറഞ്ഞു, എന്താണ് മറുപടി? ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹ് തന്നെയാണ് സലാം. അപ്പം അള്ളാഹ്ക്കുള്ള മറുപടി അതാണ്. അള്ളാഹ് സലാം പറഞ്ഞപ്പോൾ അള്ളാഹിനോട് പറയാണ്, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹ് തന്നെയാണ് സലാം, അള്ളാഹ് തന്നെയാണ് രക്ഷ. പിന്നെ അള്ളാഹ്ക്കൊരു രക്ഷ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹ് തന്നെയാണ് രക്ഷ, എല്ലാം അള്ളാഹ് തന്നെയാണ്. അതുകൊണ്ട് ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീലസ്സലാം, അതേ ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയാണ് ഖദീജ ഉമ്മ സലാം മടക്കിയത്. നബിയെ, ആ സലാം അറിയിച്ചത് നിങ്ങളല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സലാമത്തും ഉണ്ടാവട്ടെ എന്ന് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ ആ സലാമിന് മറുപടി പറയുകയാണ്. എത്ര വലിയ ആഴമുള്ള ഇൽമിൻ്റെ ഉടമയാണ് മഹദിയായ
ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല മുഅ്മിനീങ്ങളെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൻ്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചു, വല്ലാതെ ഇഷ്ടം വെച്ചു, വല്ലാതെ മഹബത്ത് വെച്ചു. ആ മഹബത്തിൻ്റെ ചെറിയ ഒരു അംശമെങ്കിലും അല്ലാഹ് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. സുബ്ഹാനല്ലാഹ്. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാൻ്റെ റസൂലിന് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അവരോടുള്ള സ്നേഹം അത് വല്ലാത്ത സ്നേഹമാണ്. ഒരു ദിവസം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല എന്ന് പറയുന്ന സഹോദരി ഒരിക്കൽ മുത്തുനബിയുടെ അടുക്കൽ ഒരു പ്രവേശന അനുമതി തേടുകയാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്നിട്ട് ഇസ്തഅ്ദനത് ഹാല ബിൻതു ഖുവൈലിദ് ഉഖ്തു ഖദീജ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ സഹോദരിയാണ്. അപ്പോൾ ഹാല എന്ന് പറയുന്ന സഹോദരി മുത്തുനബി അടുക്കൽ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ഫഅറഫ ഇസ്തഅ്ദിനാ അതേ ഖദീജത ഫർതാഅ ലിദാലിക. അള്ളാഹിൻ്റെ റസൂല് പറയാണ്, ഓ ഹാല, ഓ മഹദിയവറുകളെ, ഓ ഹാല, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ രൂപസാദൃശ്യം കാണുമ്പോൾ എനിക്കെൻ്റെ ഖദീജയെ ഓർമ്മ വരികയാണ്. സുബ്ഹാനല്ലാഹ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഖദീജ എനിക്ക് ഓർമ്മ വരികയാണ്. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഇത് ഹാലയാണല്ലേ. പെട്ടെന്ന് അള്ളാഹിൻ്റെ റസൂൽ വിചാരിച്ചത് ഖദീജയാണ് വരുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരാൾ മാത്രം ഇങ്ങനെ ചിന്തിച്ച് അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് തോന്നും ആരാണ് വന്നത്, ഞാൻ കൽബിൽ കൊണ്ട് നടക്കുന്ന ആ ആളാണ് വന്നത് എന്ന് തോന്നിപ്പോകും പെട്ടെന്ന്. അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ തോന്നിപ്പോയി, അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ വിചാരിച്ചു പോയി. അതെ, വന്നിരിക്കുന്നത് ഖദീജയാണ് എന്ന് ഞാൻ ധരിച്ചുപോയി, ഞാൻ മനസ്സിലാക്കി പോയി. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറയാൻ അല്ലാഹുമ്മ ഹാല. പെട്ടെന്ന് അള്ളാഹിൻ്റെ റസൂൽ പറയാൻ, വന്നത് ഹാലയാണല്ലേ. അപ്പോൾ സഹോദരിയുടെ രൂപഭാവം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ രൂപഭാവം പോലെ ആയിരിക്കുമല്ലോ, സ്വന്തം സഹോദരിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഖദീജ ബീവിയാണെന്ന് ഞാൻ ധരിച്ചുപോയി, വന്നത് ഹാലയാണല്ലേ എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിൻ്റെ ഉള്ളിൽ ഖദീജ തന്നെ. അതാണ് ആ സ്നേഹത്തിൻ്റെ ഒരു ഊക്ക്, ആ സ്നേഹത്തിൻ്റെ ഒരു കാഠിന്യം മനസ്സിൽ ഖദീജ മാത്രമാണ്. അള്ളാഹിൻ്റെ റസൂല് വല്ലാതെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴായി എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ ഞാൻ പറയാറുള്ളത്, അള്ളാഹിൻ്റെ റസൂലിലേക്ക് ഒരാൾക്ക് എത്രയും പെട്ടെന്ന് കടക്കണമെന്ന് ആഗ്രഹമുണ്ടോ, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ആ വഴിയിലൂടെ നമ്മൾ കടന്നാൽ, ഖദീജ ഉമ്മയുടെ സമ്മതവും വാങ്ങി മുത്തുനബിയിലേക്ക് പോയാൽ അള്ളാഹിൻ്റെ റസൂൽ അവരെ കൈമടക്കുകയില്ല. മദീനയിലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പലപ്പോഴായി പറയാറുണ്ട്, മദീനയിലേക്ക് ഒരാൾ ചെല്ലുമ്പോൾ ചെയ്യേണ്ടത് ആദ്യം ഖദീജ ഉമ്മാൻ്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ട് ഖദീജ ഉമ്മയോട് സമ്മതം വാങ്ങണം. ഞാനിങ്ങനെ മദീനയിലേക്ക് പോവുകയാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ റസൂലുള്ള എന്നെ സ്വീകരിക്കണം, എന്നെ കബൂൽ ചെയ്യണം. ഞാനിങ്ങനെ മുത്തുനബിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ള എന്നെ സ്വീകരിക്കണം, അതിന് ഉമ്മ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയിൽ ഖദീജ ഉമ്മയുടെ ചാരത്ത് പോയി പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഒരാൾ സിയാറത്ത് ചെയ്യാൻ പോയാൽ ആ സിയാറത്ത് മഖ്ബൂലാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. രണ്ട് വഴികളാണ്. ഒന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, ഒന്ന് മഹാനായ സയ്യിദുൽ ശുഹദാ സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. അവരെ സിയാറത്ത് ചെയ്ത് മുത്തു റസൂലുള്ളാഹി തങ്ങളടുക്കലേക്ക് പോയാലും ആ സിയാറത്ത് മഖ്ബൂലാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് അത്രമാത്രം ആരുടെയെങ്കിലും മരണത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ വല്ലാതെ അങ്ങ് വാർത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയാണ്. അവിടുത്തെ വഫാത്തിൻ്റെ സമയം
വല്ലാത്ത സമയമല്ലേ, വല്ലാത്ത നേരമല്ലേ. അള്ളാന്റെ റസൂല് എങ്ങനെയായിരിക്കും ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് എടുത്ത് വച്ചിട്ടുണ്ടാവുക? സുബ്ഹാനല്ലാഹ്, എങ്ങനെയായിരിക്കും ഉണ്ടാകുക? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ജനാസ അള്ളാന്റെ റസൂൽ എങ്ങനെയായിരിക്കും ഖബറിലേക്ക് എടുത്ത് വച്ചിട്ടുണ്ടാകുക? എത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും, എത്രമാത്രം ആ ഖൽബ് വേദനിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ജനാസയുമായി ഖബറിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ ഖബറിലേക്ക് ആ ജനാസ അങ്ങ് ഇറക്കി വെക്കുമ്പോൾ അള്ളാന്റെ റസൂലിൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ, എൻ്റെ ഖദീജ എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂല് കരയുകയാണ്. ആ രംഗം കണ്ടു നിന്ന സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞ വേറെ ഒരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂലിനെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം. അള്ളാഹുവേ, ആ ഉമ്മാനെ കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ആ ഉമ്മയുടെ മദതും സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്, കൂടുതലായി സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം ഖദീജ ഉമ്മയെ. ആ ഖദീജ ഉമ്മയുടെ പൊരുത്തം കിട്ടാനാണ് നമ്മൾ ഇത്രയും സമയം ആ ഉമ്മയുടെ മദത് പറഞ്ഞത്, മഹത്വം പറഞ്ഞത്. ആ ഉമ്മ ഇതെല്ലാം ജന്നത്തുൽ മുഹല്ലയിൽ വെച്ച് കാണുന്നുണ്ടാകും. ഞാൻ ഇന്നലെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ഭാഗമായി നമ്മുടെ മസ്ജിദുൽ ഫുതൂഹിൽ നടന്ന ഖുതുബയിൽ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഒരു വിഷയത്തിൽ ഒരു ഖുതുബ ഓതണമെന്ന് വിചാരിച്ച് ഞാൻ ഒരു സുഹൃത്തിനെ ബന്ധപ്പെട്ടു. സ്വാഭാവികമായും ഞാനതിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്ത് ടൈപ്പിംഗ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അതൊരു ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസമുള്ളത് കൊണ്ട് സുഹൃത്തിനെ വിളിച്ച് നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് അവനിക്ക് അതിൻ്റെ വിഷയങ്ങൾ അയച്ചു കൊടുത്ത് അങ്ങനെ അത് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ അവിചാരിതമായി അത്ഭുതപ്പെട്ടു പോയി. ആ സുഹൃത്തുള്ളത് ആ സമയത്ത് ഖദീജ ഉമ്മാൻ്റെ ഹളറത്തിലാണ്. ഞാൻ വിചാരിച്ചു ഇതെന്തൊരു ബന്ധമാണ്. ഉസ്താദ് ഈ വിഷയം എന്നോട് പറയുമ്പോൾ ഞാനുള്ളത് ഖദീജ ഉമ്മയുടെ ഹളറത്തിലാണ്, ഞാൻ വേറെ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായി ആ ഒരു സുഹൃത്ത് മുഖേന വേറൊരാൾ മുഖേന ആ സുഹൃത്തിനെ ബന്ധപ്പെട്ടു. അങ്ങനെ ആ ഒറ്റ ഒരാളെ വിളിച്ച് വിഷയം പറഞ്ഞപ്പോഴേക്ക് ആ സുഹൃത്ത് പറയാണ്, ഉസ്താദെ ഞാനിപ്പോൾ ഉള്ളത് ഖദീജ ഉമ്മാൻ്റെ ഹളറത്തിലാണ്, എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ അയച്ചു തന്നു. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി, ഇതൊന്നൊരു ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഉസ്താദ് ഇപ്പം തന്നെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു തന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ഒരു വിഷയം പറഞ്ഞ് ബഹുമാനപ്പെട്ട വെണ്ണക്കോട് അബൂബക്കർ സഖാഫി ഉസ്താദിന് മെസ്സേജ് അയച്ചപ്പോൾ ഉസ്താദും പറയാണ് ഞാനിപ്പോൾ ഖദീജ ഉമ്മാൻ്റെ ഹളറത്തിലാണ് ഉള്ളത്, ഞാനിപ്പോൾ ഖദീജ ഉമ്മാൻ്റെ ഹളറത്തിലാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഖദീജ ഉമ്മാനോട് സലാം പറയണം, മാത്രമല്ല എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണം. പ്രത്യേകിച്ച് അവിടെ വെച്ച് ഫാത്തിഹ ഓതി മദനിയ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവിടുന്ന് ദുആ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഖദീജ ഉമ്മയുമായി ബന്ധപ്പെടുമ്പോൾ അത് വല്ലാത്തൊരു വിഷയങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. എല്ലാ വഴികളും നമുക്ക് ഫതഹാക്കി തരും. ഖദീജ ഉമ്മയെ മുറുകെ പിടിച്ച ഒരാളും പരാജയപ്പെടൂല, പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടാൻ ഒരു കാരണവുമില്ല. ഖദീജ ഉമ്മയെ അള്ളാഹുവിന് അത്രമാത്രം ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹ് സലാം പറഞ്ഞ് അള്ളാഹ് ഒരാൾ സലാം പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്ര വലിയ മഹത്വമാണ്. അതിനേതെങ്കിലും ഒരു അളവ് കോല് കൊണ്ട് ഒരാൾക്ക് അളന്നെടുക്കാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നൽകി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹക്ക്. ആ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മഹത്വം നമുക്ക് ലഭിക്കണം, മദദ് നമുക്ക് ലഭിക്കണം, പൊരുത്തം നമുക്ക് ലഭിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഇന്നി
ഖദ് റുസിഖ്തു ഹുബ്ബഹാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം എൻ്റെ ഖൽബിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറയണമെങ്കിൽ എന്തായിരിക്കും ആ മഹബത്തിൻ്റെ ഒരു കാഠിന്യം? അള്ളാഹുവിൻ്റെ റസൂൽ പറയണം. ഏതെങ്കിലും വേറൊരാളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല. ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ. വല്ലാത്ത വാക്കാണ്. സഹീഹ് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബഹാ. അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ ഖദീജ ബീവിയോടുള്ള ഹുബ്ബ് എൻ്റെ ഖൽബിൽ അത്രമാത്രം ഊട്ടിയുറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് വല്ലാത്തൊരു ഹുബ്ബാണ്. അതുകൊണ്ട് ഖദീജ ബീവിയിലൂടെ ഒരാൾ മുത്തുനബിയിലേക്ക് ചെന്നാൽ മഖബൂലാണ്, മഖബൂലാണ്, മഖബൂലാണ്. അത് ഖബൂലിയത്തുള്ള സിയാറത്താണ്. പലപ്പോഴായി നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിൽ ചെന്ന് പറഞ്ഞ് സിയാറത്ത് ചെയ്ത് അവിടുന്ന് സമ്മതം വാങ്ങി, അവിടുത്തെ പൊരുത്തം വാങ്ങി മദീനയിൽ ചെന്നിട്ട് വിഷയം പറഞ്ഞ് ഞാൻ ഖദീജ ഉമ്മാൻ്റെ ഹളറത്ത് നിന്നാണ് വരുന്നത്, എൻ്റെ കാര്യം ഖദീജ ഉമ്മാൻ്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധിപ്പിച്ചു തരണേ എന്ന് മദീനയിൽ ചെന്ന് പറയുമ്പോൾ അതിന് വലിയ ഫലം പലപ്പോഴായി സാധുവായ നമുക്കും പലർക്കും ലഭിച്ചിട്ടുണ്ട്. അതങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഖദീജ ഉമ്മയുടെ വഴിയിലൂടെ ഒരാൾ പോയാൽ ആ വഴികളെ അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും തട്ടിക്കളയൂല. അത് അത്രമാത്രം മുത്തുനബിക്ക് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹം ഖൽബിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ആ വഴിയിലൂടെ നമുക്കും മുത്തുനബിയിലേക്ക് ചെല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നല്ലൊരു വഴിയാണ്. ഉമ്മമാരെ, ഖദീജ ഉമ്മയെ മറന്നുകൂടാ. മുത്തുനബിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഖദീജ ഉമ്മയെ മറക്കാൻ പാടില്ല. ഖദീജ ഉമ്മയെ മറന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹമുണ്ടായാൽ ആ സ്നേഹം ഒരിക്കലും മുത്തുനബിയിലേക്ക് എത്തിച്ചേരൂല. അള്ളാഹു ഖദീജ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ലവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ.